എന്തേച്ചി? അല്ല, ലാസ്റ്റ് ടൈം ബാല വന്നപ്പോഴേ ഞാനിവിടെ ഉണ്ടായില്ലല്ലോ, അപ്പൊ നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാനും ഓർത്തായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന് വിചാരിച്ചു വന്നതാ. മുഖത്തേ ഭയങ്കര സന്തോഷമുണ്ടല്ലോ, അതെന്താ? അത് ഈ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കൂലേ, അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ മുഖത്ത്. എന്ത് സന്തോഷമുള്ള കാര്യം ലൈഫിൽ നടന്നേ? അല്ല, അതൊന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഫാക്ട് ആയിട്ട് പറഞ്ഞതാ. നോക്കു ബാല, ലച്ചു ചേച്ചി അടുത്ത് കള്ളം പറയരുതേ. സ്വന്തം ചേച്ചിനെ പോലെ കണ്ട് ബാലയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാം. ചേച്ചി അതെ, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഈ സമയമാകുമ്പോ പറഞ്ഞാൽ മതി എന്നാണ് കേശു പറഞ്ഞേക്കുന്നത്. സമയമാകുമ്പോഴല്ലേ? അത് ബാല, കേശുനെ ഈ മെച്യൂരിറ്റി ഭയങ്കര കുറവാ. നമുക്കാണെങ്കിൽ അവനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പൊ ബാലയ്ക്ക് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. ആണാ? എനിക്ക് മെച്യൂരിറ്റി ഉണ്ടോ? പിന്നെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓ ചേച്ചി, ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. പറ. ബാല, നാണിക്കാതെ കാര്യം പറ. പറയട്ടെ? പിന്നെ പറ. ഞങ്ങൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കേ? ബാലയും ജോഷുവേം? കൺഗ്രാറ്റുലേഷൻസ്. അല്ല ബാല, ഈ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യണം. പക്ഷെ ഞങ്ങൾ ഇന്ന് രാവിലെ കൃഷ്ണൻ അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ടു. ആണല്ലേ? ഗുഡ് ഗുഡ്. അല്ല, ഇനിയിപ്പോ പഠിപ്പിന്റെ ഒക്കെ കാര്യം? കല്യാണം കഴിച്ചാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി. അതെ അതെ അതെ, കല്യാണം കഴിഞ്ഞ പിന്നെ ജീവിതം കഴിഞ്ഞല്ലോ, പഠിപ്പിന്റെ ഒന്നും ആവശ്യമേ വരില്ല. എനിക്ക് നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല? വേറെന്താ ആഗ്രഹം? ഒന്നുമില്ല. അല്ല, ബാലിക്ക് എത്ര വയസ്സായി? എനിക്ക് 20 വയസ്സായി, ജോക്ക് 22 വയസ്സായി. കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു. ആണല്ലേ? അപ്പൊ ഇനിയിപ്പോ എങ്ങനെ ജീവിക്കാനാ പ്ലാനൊക്കെ? ജോയി ഞാനും അധ്വാനിച്ച് ജീവിക്കും. പിന്നെ അവന് കുറെ പണിയൊക്കെ അറിയാലോ. അവന് കൽപ്പണി അറിയാം, വാർക്കപ്പണി അറിയാം, പെയിന്റ് പണി അറിയാം, എല്ലാ പണി അറിയാം. എങ്കിലും ജീവിക്കാൻ പറ്റും. ബാല, ഞാനേ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കാം, ശരിക്കും ഇതൊരു എടുത്തുചാട്ടമല്ലേ? അല്ല, ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് രാവിലെ കല്യാണം കഴിച്ചതാ. ഓഹോ, അപ്പൊ രണ്ടുപേരും ആരും അറിയാതെ ഒളിച്ചോടി വന്നതാണല്ലേ കൊച്ചു കള്ളി. പറയല്ലേ? എല്ലാരും പറയില്ല. പിന്നെ ബാല, ചേച്ചിയെ കുറച്ചോളം കൂടുതൽ ഉണ്ടത് കൊണ്ട് പറയാ, ഈ ജീവിതം എന്ന് പറയണതുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ചേച്ചി അതെന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ, നമ്മൾ സ്ത്രീകൾക്ക് ആദ്യം വേണ്ടത് നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ലൊരു ജോലിയുമാണ്. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് എപ്പോ വേണമെങ്കിലും പോകും. അപ്പൊ ബാല എങ്ങനെ ജീവിക്കും? എന്റെ ജോയിനെ നന്നായിട്ട് നോക്കും ചേച്ചി. മോളെ ബാല, ചേച്ചി എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാലേ, ബാല ഇപ്പോ ഇതൊക്കെ മറന്ന് വീട്ടിൽ പോകണം, എന്നിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, പറ്റുവാണെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് നല്ലൊരു ജോലി മേടിക്കണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, മൊത്തത്തിലൊന്ന് സെറ്റിൽ ആവണം. അപ്പോഴും ബാലയ്ക്ക് ജോഷിയോട് ഈ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ബാല എന്ത് ചെയ്യണം? നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് വീട്ടുകാരോട് പറയാ. എന്നിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നേരെ ലച്ചു ചേച്ചി അടുത്തേക്ക് പോരെ, ബാക്കി ലച്ചു ചേച്ചി നടത്തിത്തരും.